ഹായ് ഹലോ നമസ്കാരം. മനോഹരമായ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീടിൻ്റെ വിശേഷമാണ് ഒയാസിസ് പ്രോപ്പർട്ടീസിൻ്റെ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഏവർക്കും ഒയാസിസ് പ്രോപ്പർട്ടീസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. ആദ്യമായാണ് നിങ്ങൾ ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല. ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് കൂടെ തന്നെ ഒരു ലൈക്ക് കൊടുക്കാനും മറക്കണ്ട കേട്ടോ. ഇനി നമുക്ക് ഈ വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകാം. ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് 3 സെൻറ്റിലാണ് കേട്ടോ. 1350 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമായി നിർമ്മിച്ച ഈ വീട് മനോഹരമായൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് വരുന്നത്. ലൊക്കേഷനെ കുറിച്ച് പറയുമെങ്കിൽ എറണാകുളം ജില്ലയിലാണ് കേട്ടോ. എറണാകുളം ജില്ലയിൽ നമ്മുടെ ആലുവയ്ക്ക് സമീപം മാറമ്പള്ളി എന്ന സ്ഥലത്താണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ആലുവയിലേക്ക് എനിക്ക് വേണം ഒരു 5-5.5 കിലോമീറ്റർ മാത്രം ദൂരമാണ് വരുന്നുള്ളൂ. ഇനി പെരുമ്പാവൂർ ഭാഗത്തേക്കാണെങ്കിൽ ഒരു 7 കിലോമീറ്റർ ദൂരവും തൊട്ടടുത്തുള്ള ബസ് സ്റ്റോപ്പിലേക്ക് 1.5 കിലോമീറ്റർ ദൂരവുമാണ് വരുന്നത്. ബസ് സ്റ്റോപ്പിലേക്ക് 1.5 കിലോമീറ്റർ ദൂരം ഉണ്ടെങ്കിലും നല്ല റോഡ് സൗകര്യവും കാര്യങ്ങളും വലിയ വാഹനങ്ങളെല്ലാം വരുന്ന വലിയൊരു ജംഗ്ഷന് സമീപത്ത് തന്നെയായിട്ടാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. നല്ലൊരു ബോക്സി ടൈപ്പിലാണ് നമുക്ക് കാണാം. മനോഹരമായ രീതിയിലാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. ചുറ്റും കോമ്പൗണ്ട് വാൾ നൽകിയിട്ടുണ്ട് കേട്ടോ. സ്ലൈഡിങ്ങും ഫോൾഡിങ്ങും ചെയ്യാവുന്ന വിധത്തിലുള്ള മെയിൻ ഗേറ്റ് എല്ലാം നമുക്കിവിടെ അവൈലബിൾ ആണ്. വലിയ 2 കാറുകൾ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഇവിടെ നൽകിയിട്ടുണ്ട്. അത്യാവശ്യം സെറ്റ് ബാക്ക് നൽകി തന്നെയാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. നമുക്ക് കാണാം മറ്റു വീടും ഈ വീടും തമ്മിൽ നല്ല വ്യത്യാസം വരുന്നുണ്ട്, നല്ല ദൂര വ്യത്യാസം വരുന്നുണ്ട്. മാത്രമല്ല ഒരു കാര്യം പറയാൻ പറയാം, നമ്മുടെ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് എനിക്ക് തോന്നുന്നു ഒരു 6 കിലോമീറ്റർ മാത്രം ദൂരമാണ് ഈ വീട്ടിലേക്ക് വരുന്നുള്ളൂ. തീർത്തും വാസ്തുശാസ്ത്രപരമായി തന്നെയാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. വീടിൻ്റെ ദർശനം വരുന്നത് പടിഞ്ഞാറ് ദിക്കിലേക്കാണ്. ഇനി വീണ്ടും ഉൾവശത്തേക്ക് പോയാൽ വലിയൊരു ഡോറാണ് ഈ വീടിന് നൽകിയിരിക്കുന്നത്. ആഞ്ഞിലി മഹാഗണി മരത്തിലാണ് ഇവിടുത്തെ ഡോറുകളും കട്ടില ജനല ഇതെല്ലാം നിർമ്മിച്ചിരിക്കുന്നത്. നല്ല സ്പേഷ്യസ് ഒരു ലിവിങ് സ്പേസിലേക്കാണ് നമ്മൾ എൻട്രി ചെയ്തിരിക്കുന്നത്. വലിയ വെട്രിഫൈഡ് ടൈൽസുകളെല്ലാം ഫ്ലോറിങ്ങിനായി നൽകിയിട്ടുണ്ട്. സീലിങ്ങുകളിൽ ചെറിയ ചെറിയ സ്പോട്ടിംഗ് ലൈറ്റ് എല്ലാം നൽകിയിരിക്കുന്നു. അവിടെ നിന്നും നമുക്ക് ഇവിടുത്തെ ഡൈനിങ് സ്പേസിലേക്ക് പോയാൽ അത്യാവശ്യം വലിപ്പമുള്ളൊരു ഡൈനിങ് സ്പേസ്, എനിക്ക് തോന്നുന്നു ഒരു 6-8 പേർ കപ്പാസിറ്റിയുള്ള ഡൈനിങ് ടേബിൾ നമുക്കിവിടെ യൂസ് ചെയ്യാം. ഒതുങ്ങിയ രീതിയിൽ തന്നെ വാഷ് കൗണ്ടർ നൽകിയിരിക്കുന്നു. ധാരാളം വെന്റിലേഷൻ സൗകര്യം നമുക്കിവിടെ അവൈലബിൾ ആണ് കേട്ടോ. കിച്ചൺ സൈഡിലേക്ക് പോയാൽ അത്യാവശ്യം വലിപ്പമുള്ളൊരു കിച്ചൺ തന്നെയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ധാരാളം കബോർഡ് വർക്കുകളെല്ലാം മനോഹരമായ രീതിയിൽ തന്നെ ചെയ്തിരിക്കുന്നു. കിഴക്കോട്ടാണ് കേട്ടോ ഈ കിച്ചൻ്റെ ഈ ബേർണർ വയ്ക്കുന്ന ഒരു സ്പേസ്, ഒരു ഏരിയ വരുന്ന കിഴക്കോട്ടാണ്. മാത്രമല്ല വടക്ക് കിഴക്ക് മൂലയിൽ ഇവിടുത്തെ കിണറും അവൈലബിൾ ആണ്. കിച്ചണോട് ചേർന്ന് തന്നെ ഈ ഒരു സ്പേസിൽ നമുക്ക് വേണമെങ്കിൽ വലിയൊരു വർക്ക് ഏരിയ നിർമ്മിക്കാനുള്ള ഒരു പ്രൊവിഷൻ ലഭിക്കുന്നുണ്ട്. കിണർ ഒന്ന് കണ്ടാലോ. ഈ ഒരു ഭാഗത്തായാണ് കിണർ വരുന്നത്, വടക്ക് കിഴക്ക് മൂലയിലായാണ്. വലിയൊരു കിണറാണ് അത്. സ്ലാബെല്ലാം ഇട്ട് ചെറിയ ഒതുങ്ങിയ രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. മാത്രമല്ല കിണർ വെള്ളം ഒരിക്കലും വറ്റാത്തൊരു ഏരിയയിലാണ് കേട്ടോ ഈ കിണറെല്ലാം നൽകിയിരിക്കുന്നത്. KW കണക്ഷനും നമുക്കിവിടെ അവൈലബിൾ ആണ്. അങ്ങനെ 2 ഓപ്ഷൻ, വെള്ളത്തിനായി 2 ഓപ്ഷൻ നൽകിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടുത്തെ ബെഡ്റൂം സൈഡിലേക്ക് പോയാൽ ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു ബെഡ്റൂമാണ് നൽകിയിരിക്കുന്നത്. നല്ല സ്പേഷ്യസ് ആയ ഒരു ബെഡ്റൂമാണ്. 10 അടി വീതിയും ഒരു 14 അടി നീളവുമാണ് ഈ ബെഡ്റൂം ഒരുക്കിയിരിക്കുന്നത്. വലിയ വെട്രിഫൈഡ് ടൈൽസുകൾ ഫ്ലോറിങ്ങിനായി നൽകിയിട്ടുണ്ട്. ബാത്റൂം സൈഡിലേക്ക് പോയാൽ നല്ല സ്പേഷ്യസ് ആയ ബാത്റൂം നമുക്കിവിടെ അവൈലബിൾ ആണ്. മനോഹരമായ രീതിയിലാണ് ബാത്റൂം വാൾ ടൈൽസുകൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. എക്സോ സൗകര്യങ്ങളെല്ലാം നൽകി മനോഹരമായ രീതിയിലാണ് ഈ ഒരു ഏരിയ ഒരുക്കിയിരിക്കുന്നത്. ഇനി നമുക്കിവിടുത്തെ ഫസ്റ്റ് ഫ്ലോർ ഒന്ന് കണ്ടാലോ. ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ള സ്റ്റെയർ കേസ് ഈ ഒരു ഏരിയയിൽ നിന്നാണ് നൽകിയിരിക്കുന്നത്. മനോഹരമായ സ്റ്റെയർ കേസ് കയറി നേരെ ചെന്നെത്തുന്നത് ഇവിടുത്തെ അപ്പർ ലിവിങ് ഏരിയയിലേക്കാണ്. ധാരാളം വെന്റിലേഷൻ സൗകര്യങ്ങളെല്ലാം നമുക്കിവിടെ അവൈലബിൾ ആണ് കേട്ടോ. മാത്രമല്ല 2 ബെഡ്റൂമുകളാണ് ഈ ഫസ്റ്റ് ഫ്ലോറിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അതിൽ സെക്കൻഡ് ബെഡ്റൂം, ഇവിടുത്തെ ഈ വീടിൻ്റെ സെക്കൻഡ് ബെഡ്റൂമാണ് നമ്മൾ ഈ കാണുന്നത്. അത്യാവശ്യം സ്പേഷ്യസ് ആയ ബെഡ്റൂമാണ് എന്ന് കരുതി താഴത്തെ ബെഡ്റൂമിനെ അപേക്ഷിച്ച് അതിലും ചെറിയൊരു ബെഡ്റൂമാണ്. മാത്രമല്ല അറ്റാച്ച്ഡ് ബാത്റൂം കൂടി തന്നെയാണ് ഈ ബെഡ്റൂം നിർമ്മിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഇവിടുത്തെ തേർഡ് ബെഡ്റൂമിലേക്ക് പോകാം. തേർഡ് ബെഡ്റൂമും അത്യാവശ്യം സ്പേഷ്യസ് ആയി തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഗ്രൗണ്ട് ഫ്ലോറിലെ അതേ സൈസിലുള്ള ഒരു ബെഡ്റൂമാണ് നമുക്ക് തേർഡ് ബെഡ്റൂമായി ലഭിക്കുന്നത്. ഏതാണ്ട് ഒരു 10 അടി വീതിയും ഒരു 14 അടി നീളവുമാണ് ബെഡ്റൂം ഒരുക്കിയിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം നൽകിയിട്ടുണ്ട്.
കൂടാതെ ഒരു ഓപ്പൺ സ്പേസും ഓപ്പൺ യൂട്ടിലിറ്റി ഏരിയയും ഒരു ബാൽക്കണിയും നമുക്ക് ഈ വീടിന് അവൈലബിൾ ആണ്. ഈ വീടിൻ്റെ വില ഭാഗത്തേക്ക് പോയാൽ ഈ വീടിൻ്റെ വില കേട്ടാരും ഞെട്ടണ്ട കേട്ടോ. ഈ വീടിന് ചോദിക്കുന്ന വില 39 ലക്ഷം രൂപയാണ്. വില തീർച്ചയായും നെഗോഷ്യബിളാണ്. സാധാരണക്കാർക്കെല്ലാം വാങ്ങാൻ പറ്റിയൊരു റേറ്റാണ്. മാത്രമല്ല 3 ബെഡ്റൂമും അവൈലബിൾ ആണ്. കൂടാതെ 2 കാർ പാർക്കിംഗ് എല്ലാം നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. നല്ലൊരു ലൊക്കേഷനിലാണ്, ഒരു റെസിഡൻഷ്യൽ ഏരിയയിൽ തന്നെയാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. ചുറ്റും വീടുകളെല്ലാം ഉള്ള നമുക്ക് കാണാം. ചുറ്റും വീടുകളെല്ലാം ഉള്ള വലിയ വലിയ വീടുകളെല്ലാം ഉള്ള നല്ലൊരു ലൊക്കേഷനിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഇനി നിങ്ങളുടെ കയ്യിൽ ഒരു 5 ലക്ഷം രൂപ അല്ലെങ്കിൽ ഒരു 3 ലക്ഷം രൂപ മാത്രമുള്ളൂ എങ്കിൽ നിങ്ങളൊരു ഒരു ജോലിക്കാരാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ലോൺ സൗകര്യവും അവൈലബിൾ ആണ്. ഏത് ബാങ്കിൻ്റെ ലോണും ഞങ്ങൾ തന്നെ റെഡിയാക്കി നൽകുന്നതാണ്. എല്ലാവർക്കും ഈ വീട് ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിചാരിക്കുന്നു. അധികം ആളുകളും ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നമ്മുടെ ചാനൽ കാണുന്നത്. എല്ലാവരും ഒന്ന് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ എന്ന് അപേക്ഷിക്കുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ശുഭദിനം.